അതിഥികളിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, സർക്കാരിന് കുറച്ചു വൈകിയെങ്കിലും ജനങ്ങളെ ഒപ്പമില്ലാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന ബോധ്യം ഉണ്ടായിട്ടുണ്ടോ? അതാണോ സർവേ നടപടികൾ നിർത്തിവെച്ച് ആളുകളെ ബോധവൽക്കരിച്ച് പിന്നീട് പദ്ധതി നടപ്പാക്കാം എന്ന ഒരു തരത്തിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? സർക്കാർ ഈ പദ്ധതിയുടെ ആരംഭകാലം മുതൽ തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിയമപരമായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് 1961 കേരള സർവേ ആക്ട് അനുസരിച്ച് അലൈൻമെന്റ് നിശ്ചയിക്കാനും അതിന്റെ അതിരടയാള കല്ലുകൾ പതിക്കാനുമുള്ള നീക്കം ആരംഭിച്ചത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളും UDFും BJPയും മറ്റ് ചില മതതീവ്രവാദ സംഘടനകളൊക്കെ ചേർന്ന് വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. സർക്കാർ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ അനുമതിയില്ലാതെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയാണ് ഈ സർവേയുടെ ഭാഗമായി നടക്കുന്ന അതിരടയാള കല്ലുകൾ പതിക്കുന്നത് എന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കി. ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പലരും ആശങ്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്, അവർക്ക് വലിയ രീതിയിലുള്ള അരക്ഷിത ബോധം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ ഈ സംഗതിയെ ആകെ കത്തിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിൽ വളരെ അറേഞ്ച്ഡായ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ആളുകൾ അവിടെ ഇവിടെയും അതും ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എന്തോ ഒരു വലിയ കലാപാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള നീക്കം നടത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് കൃത്യമായ മികച്ച നഷ്ടപരിഹാരവും സുരക്ഷിതമായ പുനരധിവാസ പാക്കേജും മുന്നോട്ട് വെച്ച് അവരെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. സർക്കാരിന് ഒരു കാരണവശാലും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലക്ക്, കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതയെ കാണുന്ന ഒരു പദ്ധതി എന്ന നിലക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണം. അത് ദേശീയപാതയുടെ കാര്യത്തിലും ഗെയിലിന്റെ കാര്യത്തിലുമൊക്കെ ഈ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നിലപാടാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. അല്ലാതെ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ജനങ്ങളെ വിശ്വാസമെടുക്കാതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ജനങ്ങൾക്ക് മുകളിൽ ഈ പദ്ധതി അടിച്ചേൽപ്പിക്കുക എന്നൊരു സമീപനം തുടക്കം തൊട്ട് കേരള സർക്കാരിനില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ BJPയും UDF ഒക്കെ ചേർന്ന് നടത്തിയത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ അവസ്ഥ, ഈ സാഹചര്യം ആദ്യം മുതൽ തന്നെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നത് തന്നെയായിരുന്നു ഉയർന്ന ആവശ്യം. പക്ഷേ നേതാക്കൾ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികൾ നൽകിക്കൊണ്ട് പല തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ സമരക്കാർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ സമീപനം ഇത് തന്നെയാണെന്ന് താങ്കൾ വിശദീകരിച്ചുവെങ്കിലും ഇതുവരെ കണ്ടത് അതല്ലല്ലോ. അങ്ങനെ ഒരു മാറ്റം ഇതിലുണ്ടാകുന്നത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ പോലും എന്താണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് മുന്നിലില്ല. കിട്ടിയ സോഴ്സുകളിൽ നിന്നാണ് സർക്കാർ തലത്തിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടായിട്ടുണ്ട്, സർവേ നടപടികൾ ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകേണ്ട എന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നത് അറിയുന്നത്. താങ്കൾക്ക് ഒന്നുകൂടി വിശദീകരിക്കാമോ? എങ്ങനെയാണ് ഈ സർവേ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് ഇതിന്റെ ബോധവൽക്കരണ പരിപാടികളിലേക്ക് നീങ്ങുകയാണോ സർക്കാർ? എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അല്ല, ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ ഇത് 100 ചില്ലാനം കിലോമീറ്റർ ദൈർഘ്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാതെ അതിരടയാള കല്ലുകൾ പതിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അലൈൻമെന്റ് ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് കേരളത്തിൽ UDFും BJPയും വലിയൊരു വിഷയമാക്കി സർക്കാരിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ഒരു വൈകാരിക വിഷയമാക്കാനുള്ള ശ്രമം നടത്തി. കല്ലിടൽ തന്നെ അത് ഭൂമി ഏറ്റെടുക്കലാണ്, അത് പാവങ്ങളറിയാതെ ഇരകളറിയാതെ സർക്കാർ എന്ത് ചെയ്യുന്നു, ഭൂമി ഏറ്റെടുക്കുന്നു, അവരെ അനാഥമാക്കുന്നു, അവരെ അരക്ഷ്യത്തിലാക്കുന്നു എന്ന വലിയ പ്രചരണം നടന്നു. ആ പ്രചരണം നടക്കുന്ന മേഖലകളിൽ സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ബഹുജന പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. അവർ ഒരിക്കലും ഏതെങ്കിലും രീതിയിലുള്ള അരക്ഷിതത്വത്തിലേക്ക്, നിരാലംബതയിലേക്ക് വലിച്ചെറിയപ്പെടില്ല. അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരവും അവർക്ക് ഇന്നത്തെ അവരുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള
പുനരധിവാസ പാക്കേജും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അത് സർവേ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചോ ഇല്ലയോ എന്നുള്ള സർവേ പ്രവർത്തനങ്ങൾ ഓൾറെഡി ആരംഭിച്ചു. 137 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇപ്പോൾ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അത് തുടരും. അത് തുടരുന്നതിന് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ ശരിയായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുത്തിട്ടുള്ള നിലപാട്. ആ രീതിയിൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയാണ്, ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കി ഈ നാടിന്റെ വികസനത്തിന് എല്ലാ കാലത്തും തുരങ്കം വെച്ചവരാണ്. ഒരു കാര്യം കൂടി ഞാനിത് പറഞ്ഞ അവസാനിപ്പിച്ചു. തുരങ്കം വെച്ചവരാണ് UDF-കാര് എന്ന് ദേശീയപാതയുടെയും ഗെയിലിന്റെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ശരി, എങ്ങനെയാണ് താങ്കൾ പറഞ്ഞു പ്രതിഷേധം ഉണ്ടാകാതെ നടന്നുപോയ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പ്രതിഷേധം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾ സന്നദ്ധരാകുന്ന ഇടത്ത് ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോവുക, ഇപ്പോൾ പ്രതിഷേധം ഉയർന്ന സ്ഥലങ്ങളിൽ നിർത്തിവെക്കുക, അതാണോ തീരുമാനം? അല്ലെ, എല്ലാ കേരളത്തിലുടനീളം ഈ പദ്ധതി കടന്നുപോകുന്ന പദ്ധതി പ്രദേശത്തെ ഈ പദ്ധതിക്ക് കീഴിൽ അലൈൻമെന്റിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം ചേർന്നുകൊണ്ട് ബഹുജനങ്ങൾക്കിടയിൽ ചെല്ലും, അവരുടെ വീടുകളിൽ ചെല്ലും, അവരോട് കാര്യങ്ങൾ സംസാരിക്കും, അവർക്കുള്ള ആശങ്കകൾ എന്താണെന്ന് മനസ്സിലാക്കും. അത് കൃത്യമായി സർക്കാരിന്റെ പുനരധിവാസ പാക്കേജ് എന്താണ്, സർക്കാരിന്റെ നഷ്ടപരിഹാര പാക്കേജ് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയും ആ നഷ്ടപരിഹാര പാക്കേജും പുനരധിവാസ പാക്കേജും യാഥാർത്ഥ്യമാക്കാൻ, അവർക്ക് കൃത്യമായി ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കും, CPM ഏറ്റെടുക്കും. ജനങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കും. ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള ആശങ്കകൾ പരത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കും. ആ രീതിയിൽ സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും.